രാജ്യത്ത് ആദ്യമായി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ആർത്തവ ശുചിത്വവും ശാരീരിക മാനസിക ആരോഗ്യവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് മെൻസ്ട്രുവൽ ഡിഗ്നിറ്റി. കേരളത്തിൻ്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയമിതനായത് ഡോക്ടർ എ കൗശികൻ. സ്ഥാനമൊഴിഞ്ഞ ഡോക്ടർ രത്തൻ യു ഖേൽക്കയ്ക്ക് പകരമാണ് നിയമനം. കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ.ജി. സനൽകുമാർ. 2026 മെയ്യിൽ പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് പ്രസൂൺ ജോഷി. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. 2026 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ മുഖ്യവേദി കൊൽക്കത്ത. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയം യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്. 2026 ജൂണിൽ പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം അഹമ്മദാബാദ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടർ മേഖലകളിലെ വൻ മുന്നേറ്റത്തോടെ ഇന്ത്യയെ പിന്തള്ളി ലോകത്തെ 5ാമത്തെ വലിയ ഓഹരി വിപണി രാജ്യമായി മാറിയത് തായ്വാൻ. അമേരിക്ക, ചൈന, ജപ്പാൻ, ഹോങ്കോങ് എന്നിവയാണ് യഥാക്രമം ആദ്യ 4 സ്ഥാനങ്ങളിൽ. 2026 മെയ്യിൽ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ഡോക്ടർ പ്രദീപ് സിംഗ് രാജ് പുരോഹിത്. ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് ഹൈഡ്രോഫോയിൽ ബോട്ട് അഥവാ ഫ്ലൈയിൻ ബോട്ട് സർവീസ് ആരംഭിച്ച നഗരം മുംബൈ. സ്വീഡിഷ് കമ്പനിയായ കാർഡല വികസിപ്പിച്ചെടുത്ത കാർഡല പീറ്റോൾ എന്ന ബോട്ടാണ് പുറത്തിറക്കിയത്. അണ്ടർസ്റ്റാൻഡിംഗ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി അഥവാ ഉല്ലാസ് പദ്ധതിയുടെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച 5ാമത്തെ ഇന്ത്യൻ സംസ്ഥാനമായി മാറിയത് സിക്കിം. കേരളത്തിൽ പകർച്ചവ്യാധികൾ തടയുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പരിശോധന അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ ക്ലീൻ കേരള. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഗുജറാത്തിലെ ഖവ്ദയിൽ സ്ഥാപിച്ചു. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ റെസ്ക്യൂ ആംബുലൻസ് പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ദൗത്യം പൂർത്തിയാക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സഞ്ചാരി നിലൻ എ. ശ്രീജിത്ത്. 7 വയസ്സ് മാത്രം പ്രായമുള്ള നിലൻ തിരുവനന്തപുരം സ്വദേശിയാണ്. നാസയുടെ ആർടെമിസ് ചാന്ദ്ര ദൗത്യങ്ങളിൽ ബഹിരാകാശ യാത്രികർക്ക് ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കാനുള്ള അത്യാധുനിക റോവറിൻ്റെ പേര് ക്രൂവ്ഡ് ലൂണാർ വെഹിക്കിൾ 1 CLV-1. കെട്ടിട നിർമ്മാണ അനുമതികൾ കൂടുതൽ വേഗത്തിലും സുതാര്യമാക്കുന്നതിനുമായി ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത സംവിധാനമായ ക്സിവിറ്റ് ട്വിൻ അവതരിപ്പിച്ചത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും ഉയർന്ന ഫ്ലൈയിൻ ഇൻസ്ട്രക്ടർ പദവിയായ CAT A സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യ വനിതയായി സ്ക്വാഡ്രൺ ലീഡർ സാന്യ. ഒളിമ്പ്യനും ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഷൂട്ടിംഗ് സ്വർണ്ണ മെഡൽ ജേതാവും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ മുൻ സെക്രട്ടറിയുമായിരുന്ന വ്യക്തി രാജ രൺധീർ സിംഗ് 2026 മെയ്യിൽ അന്തരിച്ചു. കേരള IT വകുപ്പിൻ്റെ പുതിയ പേര് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ് എന്നാക്കി മാറ്റി. ഇതോടൊപ്പം കേരള ടെക് എന്ന ബ്രാൻഡ് നെയിമും അവതരിപ്പിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിന്നും സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻ: ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കിയ 3ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ശരി ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.